ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് റെസിപ്രോക്കൽസ്, വിപരീത ഭിന്നങ്ങൾ. നമ്മുടെ ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ റെസിപ്രോക്കൽസ് അഥവാ വിപരീത ഭിന്നങ്ങൾ. വിപരീതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഓപ്പോസിറ്റ് എന്ന് പറയും. അതായത് ഒന്നിൻ്റെ ഓപ്പോസിറ്റ്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്നിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലളിതമായൊരു സിമ്പിൾ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും മാത്സ് പഠിക്കുമ്പോൾ ഒരു പേനയും ഒരു ബുക്കും എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് പെട്ടെന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വരച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ ആ കൺസെപ്റ്റും അതോടൊപ്പം തന്നെ ഫസ്റ്റത്തെ പേജ് 64 പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലാകെ 3 പേജിലെ പ്രോബ്ലംസ് ഉള്ളൂ. ഒന്ന് 64ാമത്തെ പേജും പിന്നെ 67, 68. അപ്പോൾ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും. അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ പേജ് എന്തായാലും ചെയ്യും, പേജ് 64. നെക്സ്റ്റ് പേജൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൽ കൺസെപ്റ്റ് പഠിക്കേണ്ടത് ടൈംസും പാർട്സുമാണ്. അതായത് ടൈംസ് എന്ന് പറഞ്ഞാൽ മടങ്ങും അതേപോലെ തന്നെ പാർട്സ് ഭാഗങ്ങളുമാണ്. പഠിക്കാനുള്ള കൺസെപ്റ്റ് ടൈംസ് ആൻഡ് പാർട്സ്. ടൈംസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാർട്സ് എന്ന് പറയുന്നത്, ഭാഗവും മടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ പാക്കറ്റിൽ 2 പെന്നുണ്ട്, അതേപോലെ ഇതിൽ 8 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? ഇത് 2 തരത്തിൽ നമുക്ക് പറയാം. ഇതിൽ 6 എണ്ണം കൂടുതലാണ് എന്ന് പറയാം. 6 എണ്ണം കൂടുതലാണ് എന്ന് പറയാം. 6 എണ്ണം കൂടുതലാണെന്ന് പറയാം. പിന്നെ എന്ത് പറയാം? 6 എണ്ണം കുറവാണെന്നും പറയും. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, 6 എണ്ണം കൂടുതലാണ്, 6 എണ്ണം കുറവാണെന്ന് പറയാം. ഇപ്പോൾ 2 ഇവിടെ 2 ആണുള്ളത്. 2, 2, 2, 2 അല്ലേ? 2 + 2 + 2 + 2 അതാണ് 8. 2ൻ്റെ എത്ര മടങ്ങാണ്, എത്ര ടൈംസാണ് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 4 ടൈംസാണ് അല്ലേ? 4 ടൈംസാണ്. അതായത് 4 മടങ്ങാണ്. 2ൻ്റെ 4 മടങ്ങാണ് 8. അതാണ് ഒരു കൺസെപ്റ്റ്. അപ്പോൾ 2 എത്ര പ്രാവശ്യം കൂട്ടിയാലാണ് 8 ആവുക? 4 പ്രാവശ്യം കൂട്ടിയാലാണ്. നമ്മൾ 2 × 4 8 എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4 ടൈംസ് 4 മടങ്ങാണ് 8 എന്ന്. ഓക്കെ, അങ്ങനെ പറയാം. ഇനി ഇതിനെ 6 കുറവാണ് എന്ന് നമുക്കെങ്ങനെ പറയാം? ഇതെന്ന് പറയുന്നത് 8 അല്ലേ? 8 എന്ന് പറയുന്നത് 1, 2, 3, 4. അതായത് 4 ഭാഗങ്ങളിൽ ഉള്ളതിൽ ഒറ്റൊരു ഭാഗമാണ് ഈ 2 എന്ന് പറയുന്നത്. 4ൽ 1 അല്ലേ? 4 ഭാഗങ്ങളിൽ ഉള്ളതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ 2 അല്ലേ? 4 പാർട്സ് ഉണ്ട്, അതിൽ ഒരു പാർട്ട് മാത്രമാണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് പറയാം? 1/4 പാർട്ടാണെന്ന് പറയാം. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നെന്താണ്? ടൈംസാണ്. അതായത് 4 ടൈംസാണ്, 4 മടങ്ങാണ്. ഇത് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെങ്ങനെ പറയാം? അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 1/4 പാർട്ട് എന്നും പറയാം. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ? ഇതാണ് 4 ടൈംസ്, മടങ്ങ് എന്ന് പറയുന്നതാണ് കൂടുതൽ. പാർട്ട് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്, അതിൽ ഒരു പാർട്ടാണ് ഇത്. ഇങ്ങനത്തെ 4 എണ്ണം കൂടിയാലാണ് എന്ത്? 8 ആവുക. അപ്പോൾ അത് 4 ടൈംസ്. ഇത് 4ൽ 1, 1/4. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ഇത് 5 കിലോഗ്രാം ഉണ്ട്, ഇത് 15 കിലോഗ്രാം ഉണ്ട്. ഓക്കെ, ഇത് 5 ഉണ്ട്, ഇത് 5 ഉണ്ട്, ഇത് 15 ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പറയാം? ഇത് 5 ആണ്, ഇത് 15 ആണ്. ഇത് എത്ര ടൈംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. എത്ര ടൈംസ്? 5ൻ്റെ എത്ര ടൈംസാണ് 15?
5 5 5 5 കൂട്ടണം 5 കൂട്ടണം 5 അതാണ് 15 അല്ലേ. അപ്പോൾ 5ൻ്റെ എത്ര ടൈംസ് ആണെന്ന് പറയാം? 3 ടൈംസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. 3 ടൈംസ് ആണെന്ന് പറയാം. അതായത് 3 മടങ്ങാണെന്ന് നമുക്ക് പറയാം. എത്രയാണ്? 3 മടങ്ങ് എന്ന് പറയാം. അപ്പോൾ 5ൻ്റെ 3 മടങ്ങാണ് 15, അല്ലെങ്കിൽ 5ൻ്റെ 3 ടൈംസ് ആണ് 15 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കിത് നോക്കാം. ഇങ്ങനെ പറയുമ്പോൾ തിരിച്ച് 15 5ൻ്റെ എത്ര ഭാഗമാണ്? തിരിച്ച് 15 5ൻ്റെ എത്ര ഭാഗമാണ്? 15നെ നമുക്ക് തിരിച്ച് ഇങ്ങനെ പറയാം? ഭാഗമായിട്ട്, അതായത് പാർട്ടായിട്ട് നമുക്ക് എങ്ങനെ പറയാം? അതായത് 15നെ നമുക്ക് 5 5 5 ഇങ്ങനെ 3ആയിട്ട് നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഇതെന്താണ്? 3ൽ 1 ഭാഗം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ ഐഡിയ. ഇത് 3 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? 1/3 ആയിരിക്കും. 1/3 പാർട്ടായിരിക്കും. ഇപ്പോൾ മനസ്സിലായല്ലോ. 3 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? 3 ടൈംസ് എന്ന് പറയുമ്പോൾ തിരിച്ച് എന്തായിരിക്കും? 1/3 പാർട്ടായിരിക്കും. അത്രയും ഓർമ്മിച്ച് വെക്കുക. അതായത് 3 ടൈംസിൻ്റെ ഓപ്പോസിറ്റാണ് 1/3 പാർട്ട്. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? തിരിച്ചെന്തായിരിക്കും? 1/3 ഭാഗമാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാകും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ 2 ഉണ്ട് 8 ഉണ്ട്. 2 8 2 8. അപ്പോൾ 2 ഗുണിക്കണം 4 ആണല്ലോ 8. 2 × 4 ആണ് 8. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 4 ടൈംസ്, അതായത് 4 മടങ്ങ് എന്ന് പറയാം. ഈ 8ൻ്റെ എത്ര ഭാഗമാണ്? 8ൻ്റെ എത്ര പാർട്ടാണ് 2 എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം 1/4 പാർട്ട്. ഓക്കെ, 1/4 പാർട്ട്. ഇനി നേരെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ അടുത്ത എക്സാമ്പിൾ നോക്കൂ. 5ഉം 15ഉം തന്നിട്ടുണ്ട്. 5ഉം 15 നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 5ഉം 15 ആണ്. ഇത് 3 ടൈംസ് ആണ് 15ൻ്റെ. ഇതെന്ന് വെച്ചാൽ 1/3 പാർട്ടാണ്. ഓക്കെ, ഇനി നോക്കൂ 10 15 നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇപ്പം 10ഉം 15ഉം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ന് പറയുന്നത് 15 ആണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം 5 10 15 ആണ് ഏറ്റവും കൂടുതൽ. അപ്പം മടങ്ങ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടൈംസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മൾ ഫസ്റ്റ് വരിക, നമ്മൾ ഭിന്നസംഖ്യ ഫ്രാക്ഷനിൽ പറയുമ്പോൾ. അപ്പോൾ 15 എന്നുള്ളത് 3 ആണ്. അതിൽ 10 എന്ന് പറയുന്നത് 2 ആണ്. അതായത് 15/10. ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് 3/2 ആണല്ലോ കിട്ടുക. ഓക്കെ, അതാണ് ഇവിടെ 3/2 ടൈംസ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാർട്ട് ഉണ്ടാവുക, ഭാഗം. എങ്ങനെയാണ്? 2/3. മനസ്സിലായല്ലോ. നമുക്ക് ഇനി കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വേറൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 4ഉം 14ഉം 4 14. ഓക്കെ, 4 ഉണ്ട് 14 ഉണ്ട്. ഇത് എത്ര പാർട്ടാണ് ടൈംസ് ആണെന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്കറിയാം 4/14. അപ്പോൾ ഇതിൻ്റെ ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മേലെ ഏറ്റവും കൂടുതലുള്ളതാണ് എഴുതേണ്ടത്. 14/4. ഈ 14/4നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7/2 കിട്ടും അല്ലേ. 7/2 കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? 7/2 ടൈംസ് എന്ന് പറയാം. ഓക്കെ, ഇനി പാർട്ടായിട്ട് പറയുമ്പോൾ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റാണ് വരിക. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 2/7 പാർട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 7/2 മടങ്ങ് 7/2 മടങ്ങ് 4ൻ്റെ 7/2 മടങ്ങാണ് 14. 14ൻ്റെ 2/7 ഭാഗമാണ് 4. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 6 9. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ മടങ്ങ് എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടുതലുള്ളതാണ് എടുക്കുക. അപ്പോൾ 9/6. 9/6 നിങ്ങൾക്കറിയാം. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 3/2 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3/2 ടൈംസ് എന്ന് പറയാം. 3/2 മടങ്ങ് 6ൻ്റെ 3/2 മടങ്ങാണ് 9 എന്ന് പറയാം. ഇനി പാർട്ട് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് 2/3 പാർട്ട്. അതായത് 9ൻ്റെ 2/3 ഭാഗമാണ് 6 എന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. സുമ ഹാസ് 16 rupees വിത്ത് ഹെർ സഫീർ ഹാസ് 4 rupees. സുമക്ക് 16 രൂപയുണ്ട്, സഫീറിന് 4 രൂപയുണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദ സുമാസ് മണി ഡസ് സഫീർ ഹാവ്? ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്?
സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്, സെഫീറിൻ്റെ കയ്യിൽ 4 രൂപയും. സുമയുടെ കയ്യിലുള്ളതിൻ്റെ എത്ര ഭാഗമാണ് സെഫീറിൻ്റെ കയ്യിലുള്ളത്? സെഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്? അപ്പോൾ സുമയുടെ കയ്യിലാണ് ഇപ്പോൾ കൂടുതൽ പൈസ ഉള്ളത് അല്ലേ? സുമയാണ് കൂടുതൽ പൈസ ഉള്ളത്, സെഫീറിൻ്റെ കയ്യിലാണ് കുറവ് പൈസ ഉള്ളത്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നോട്ട്ബുക്കിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് മാപ്പ് വരച്ച് വെക്കാം. ഇവിടെ 4ഉം 16ഉം ആണുള്ളത്, 4ഉം 16ഉം ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം 4 ടൈംസ് 4ൻ്റെ 4 മടങ്ങാണ് 16 എന്ന് പറയുന്നതിൽ. ആ 4ൻ്റെ നേരെ ഓപ്പോസിറ്റാണ് 1/4, 1/4 പാർട്ട്. അപ്പോൾ 1/4 പാർട്ട്. അപ്പം ഭാഗം മനസ്സിലായല്ലോ. ഇതിൻ്റെ 4 ടൈംസ് 5, അതിന് നേരെ ഓപ്പോസിറ്റ് 1/4. ഇനി നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് എഴുതി നോക്കാം. 4/16 ഓഫ് 16 ഈസ് 4. 4/16 ഓഫ് 16 ഈസ് 4. 16ൻ്റെ 4/16 ഭാഗമാണ് 4 അല്ലേ? 4ൻ്റെ 4/16, 4/16 ഭാഗമാണ് 4. സെഫീർ ആസ് 1/4 പാർട്ട് ഓഫ് സുമാസ് മണി. സുമയുടെ കയ്യിലുള്ളതിൻ്റെ 1/4 ഭാഗമാണ് സെഫീറിൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 16/4 ടൈംസ് ഓഫ് 4 ഈസ് 16. അതായത് 16/4 നേരെ തിരിച്ച് 16/4. നമ്മൾ പാർട്ടാണ് ഇപ്പോൾ പറയുന്നത്. 16/4. 4 ടൈംസ് ഓഫ് 4 ഈസ് 16. സുമ ഹാസ് 4 ടൈംസ് സെഫീസ് മണി. 4ൻ്റെ 4 മടങ്ങ്, അതായത് 16/4 എന്ന് പറയുന്നത് എത്രയാണ്? 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ്. അപ്പം 16ൻ്റെ അതായത് 16/4 എന്ന് പറഞ്ഞാൽ 4, 4ൻ്റെ 4 മടങ്ങാണ് 16, അല്ലെങ്കിൽ 4ൻ്റെ 16/4 മടങ്ങാണ് 16. സെഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ 4 മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്. അപ്പോൾ മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് കൂടുതലുള്ളതാണ് പിന്നെ മേലെ എഴുതുക 16 ടൈംസ് അല്ലെ, 16/4 ടൈംസ്. ഓക്കെ. ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും കുറവുള്ളവരുടെ ഷെയറാണ് നമ്മൾ മേലെ എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. A large bag contains 9 kilograms of sugar. A small bag contains 6 kilograms. First question, the weight of sugar in the heavier bag is how much times in the lighter bag? Second question, the weight of sugar in the lighter bag is what part of that in the heavier bag? അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടൈംസും ആണ്, രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് അത് എത്ര പാർട്ടും ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മലയാളത്തിലുള്ള ചോദ്യം നോക്കാം. വലിയ സഞ്ചിയിൽ 9 കിലോഗ്രാം പഞ്ചസാരയുണ്ട്, ചെറിയ സഞ്ചിയിൽ 6 കിലോഗ്രാമും ഉണ്ട്. ആദ്യത്തെ ചോദ്യം ചെറിയ സഞ്ചിയിലുള്ളതിന്റെ എത്ര മടങ്ങാണ് വലിയ സഞ്ചിയിലുള്ളത്? രണ്ടാമത്തെ ചോദ്യം വലിയ സഞ്ചിയിലുള്ളതിന്റെ എത്ര ഭാഗമാണ് ചെറിയ സഞ്ചിയിലുള്ളത്? ആദ്യം ഒരു കൺസെപ്റ്റ് നോക്കാം. 6ഉം 9ഉം ആണല്ലേ ഉള്ളത്, 6ഉം 9ഉം ആണുള്ളത്. അപ്പോൾ നമ്മൾ ടൈംസ് എപ്പോഴും പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മൾ മേലെ എഴുതേണ്ടത്. അപ്പോൾ 9/6 അല്ലേ? 9/6. 9/6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 9/6 9ലും 6ലും കോമൺ ആയിട്ട് പോകുന്ന 3 ആണ്. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 3, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2, അപ്പം 3/2 ആണെന്ന് കിട്ടി. അപ്പം 3/2 ടൈംസ് 6ന്റെ 3/2 ടൈംസ് ആണ് 9. അതായത് 6ന്റെ 3/2 മടങ്ങാണ് 9. ഇനി തിരിച്ച് നമ്മൾ എന്താണ് ഇവിടെ 3/2 ആണെച്ചാൽ തിരിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം? 3/2ന്റെ ഓപ്പോസിറ്റ് റെസിപ്രോക്കൽ വിപരീതം എന്താണ്? 2/3. അപ്പൊ ഇവിടെ 3/2 ആണെച്ചാൽ ഇവിടെ 2/3. പാർട്ട് പറയുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത്. 9ന്റെ 2/3 ഭാഗമാണ് 6. 2/3 ഓഫ് 9 ഈസ് 6. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ. നമുക്കിനി ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാനേ ഉള്ളൂ. 6ന്റെ 9/6 മടങ്ങാണ് 9. 6ന്റെ 9/6 മടങ്ങാണ് 9. 9/6 എന്ന് പറഞ്ഞത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് 3/2 എന്ന് എഴുതാം. 3/2 എന്ന് പറയാം. 6ന്റെ 3/2 മടങ്ങാണ് 9. ചെറിയ സഞ്ചിയിലുള്ളതിന്റെ 3/2 മടങ്ങാണ് വലിയ സഞ്ചിയിലുള്ളത്. ഓക്കെ, ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ എഴുതാം? 9/6 ടൈംസ് ഓഫ് 6 ഈസ് 9. 9/6 ഈക്വൽ ടു 3/2 ഇൻറ്റു 3 ഇൻറ്റു 3.
ഇത് ഇങ്ങനെ എഴുതാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ 9 divided by 3 that is 3. 6 divided by 3 that is 2. 3/2. 3/2 times of 6 is 9. അതാണല്ലോ, ക്ലിയർ ആയല്ലോ. 3/2 times of 6 is 9. ഓക്കെ, ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലേ? ഇനി നമുക്ക് അടുത്ത അതിന്റെ പാർട്ട് എത്ര എന്നാണ് സെക്കൻഡ് ചോദിച്ചതല്ലേ. പാർട്ട് നമ്മൾ ഇവിടെ കണ്ടു. ഇത് 3/2 times 5, ഇത് നേരെ ഓപ്പോസിറ്റ് 2/3 ആയിരിക്കും അല്ലേ. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പം ഇതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവി ബാഗ് ഈസ് 3/2 times ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്. അപ്പോൾ ടൈംസ് പറയുമ്പോൾ 3/2 times. ഇനി സെക്കൻഡ് പാർട്ട് നോക്കൂ. 6/9 ഓഫ് 9 ഈസ് 6. അതായത് 9ന്റെ 6/9 ഭാഗമാണ് 6. ഇവിടെ കണ്ടല്ലോ 9ന്റെ 6/9. അതായത് ഇവിടെ നമ്മൾ ഇനി പാർട്ട് കാണുമ്പോൾ ആദ്യം എന്താണ്, നമ്മൾ ചെറുതാണ് ഇതിന്റെ 6/9. 6/9 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത 2/3 അതാണിത്. ഓക്കെ, 6/9, 9ന്റെ 6/9 ഭാഗമാണ് 6. 6/9 ഈക്വൽ ടു 2/3. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 2/3 കിട്ടി. ഇനി 2/3 ഓഫ് 9 ഈ 6. 9ന്റെ 2/3 ഭാഗമാണ് 6. വലിയ സഞ്ചിയിലുള്ളതിനേക്കാൾ 2/3 ഭാഗമാണ് ചെറിയ സഞ്ചിയിലുള്ളത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. ഇത് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിലൊക്കെ എഴുതണം. ഇത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് എഴുതാം? വലിയ സഞ്ചിയിലുള്ളതിന്റെ 2/3 ഭാഗമാണ് ചെറിയ സഞ്ചിയിലുള്ളത്. The weight of sugar in lighter bag is 2/3 part of that in the heavier bag. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്. The weight of an iron block is 6 kilograms. The weight of another block is 26 kilogram. First question, the weight of the lighter block is what fraction of that heavier block? Second question, the weight of the heavier block is how much times that of lighter block? മലയാളത്തിലുള്ള ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 6 കിലോഗ്രാം ആണ്. മറ്റൊരു കട്ടയുടെ ഭാരം 26 കിലോഗ്രാം ആണ്. ഒന്നാമത്തെ ചോദ്യം, ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ എത്ര ഭാഗമാണ്? രണ്ടാമത്തെ ചോദ്യം, വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിന്റെ എത്ര മടങ്ങാണ്? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ഭാഗം കാണാനാണ്, പാർട്ട് കാണാനാണ്. ഓക്കെ, രണ്ടാമത്തേത് ടൈംസ് കാണാനാണ്, മടങ്ങ് കാണാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 6ഉം 26ഉം ആണ്. അപ്പൊ നമ്മളിവിടെ എഴുതി 6, 26. ഓക്കെ, മടങ്ങ് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? മടങ്ങ് 26, അതായത് ടൈംസ് പറയുമ്പോൾ നമ്മൾ 26 ഏറ്റവും വലുതാണ് ഇതിന്റെ 26/6. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് രണ്ടിലും പൊതുവായിട്ട് പോകുന്നത് 2 ആണ്. അപ്പൊ 26നെ 2 കൊണ്ട് ഹരിച്ചു. അപ്പം 13. 6നെ 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ 13/3 ആണ്. 13/3 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 13/3 ടൈംസ് 13/3 മടങ്ങ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 13/3ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? 3/13. 3/13. അപ്പോൾ 26ന്റെ 3/13 ഭാഗമാണ് 6. ഇനി നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. 6/26 of 26 is 6. 26ന്റെ 6/26 ഭാഗമാണ് 6. 6/26 എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് 2 ആണുള്ളത്. അതിനെ 2 കൊണ്ട് നമ്മൾ ഹരിച്ചു. അതായത് 3/13 × 2 × 2. അപ്പൊ 2ഉം 2ഉം കട്ട് ചെയ്തു. 3/13, 3/13. The weight of the lighter block is 3/3 of the heavier block. ഓക്കെ, ഇനി ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ 3/13 ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്? അതിന്റെ ടൈംസ് ആണ് കണ്ടുപിടിക്കേണ്ട മടങ്ങ്. ഇപ്പോൾ 6ന്റെ 2/26 മടങ്ങാണ് 26. 26/6 ടൈംസ് ഓഫ് 6 ഈസ് 26. അപ്പൊ 26/6 എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് 2 ആണ്. 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പം 13/3. അതായത് 13/3നെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എന്തെങ്കിലും എഴുതാം? നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതാം? 4, 1/3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ എഴുതാം? The weight of heavier block is 4 1/3 times. 4 1/3 times of lighter block.
വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിന്റെ 4/1/3 മടങ്ങാണ് എന്ന് നമുക്ക് എഴുതാം. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം എന്താണ്? ഒരു റിബണിന്റെ നീളം മറ്റൊരു ചെറിയ റിബണിന്റെ നീളത്തിന്റെ 2/3 മടങ്ങാണ്. ചെറിയ റിബണിന്റെ നീളം വലുതിന്റെ എത്ര ഭാഗമാണ്? ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എ റിബൺ ഈസ് 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് എ സ്മോളർ റിബൺ. വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്മോൾ റിബൺ? അപ്പോൾ നമുക്ക് സിമ്പിൾ ആണ് ക്വസ്റ്റ്യന്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ലെങ്ത് ഓഫ് ലാർജ് റിബൺ 2/3 ടൈംസ് ഓഫ് ലെങ്ത് ഓഫ് സ്മോളർ റിബൺ. അപ്പോൾ വലിയ റിബണിന്റെ നീളം എന്ന് പറയുന്നത് ചെറിയ റിബണിന്റെ നീളത്തിന്റെ 2/3 മടങ്ങാണ്. ഓക്കെ, അപ്പൊ 2/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 × 3 + 2 അല്ലേ? 2 ഗുണിക്കണം 3 6 6 കൂട്ടണം 2 അപ്പൊ 8/3. അപ്പൊ ലെങ്ത് ഓഫ് സ്മോളർ റിബൺ ഈസ് 3/8 പാർട്ട് ഓഫ് ലെങ്ത് ഓഫ് ലാർജർ റിബൺ. ചെറിയ റിബണിന്റെ നീളം വലിയ റിബണിന്റെ നീളത്തിന്റെ 3/8 ഭാഗമാണ്. അപ്പം 8/3 ടൈംസ് ഓഫ് ലാർജർ എന്നല്ല പറഞ്ഞത്, 8/3 മടങ്ങ് അല്ലെ? ലാർജറിന്റെ 8/3 മടങ്ങ് നമ്മളോട് ചോദിച്ചാൽ എത്ര ഭാഗമാണ് എന്നാണ്. അപ്പൊ നമ്മൾ നേരെ തിരിച്ചിട്ടു 3/8. ഓക്കെ, ചെറിയ റിബണിന്റെ നീളം വലിയ റിബണിന്റെ നീളത്തിന്റെ 3/8 ഭാഗമാണ്. അപ്പൊ ഈ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒന്നുമില്ല കൺഫ്യൂഷൻ ആവാനും, ഈ എഴുതുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6/26 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 6/26. അപ്പൊ മടങ്ങ് എന്ന് പറയുമ്പോൾ, ടൈംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കൂടുതലുള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യാൻ. 26/6 അത് നമ്മൾ 13/3 അല്ലെ? 13/3. അപ്പൊ നമ്മൾ ടൈംസ് പറയുമ്പോൾ 13/3 ടൈംസ്. അപ്പൊ ഇനി പാർട്ടായിട്ട്, അതായത് ഭാഗമായി വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് 3/13. ഓക്കെ, അപ്പൊ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോബ്ലംസ് ആയിട്ട് കാണാം.